സൈഫൈ, ഫാന്റസി, ഏലിയൻ കൈൻഡ് ജോണറുകളോടുള്ള പ്രത്യേക ഇഷ്ടം പോലെ തന്നെ സിനിമാ പ്രേമികളിൽ കൂടുതൽ പേർക്കും ഇഷ്ടപ്പെട്ട ഒരു ജോണർ ടൈപ്പാണ് ടൈം ലൂപ്പ് അഥവാ ടൈം ട്രാവൽ എന്ന് പറയുന്നത്. ടൈം മെഷീൻ എന്നൊരു ഉപകരണം കൊണ്ടുള്ള സഞ്ചാരം, അതിപ്പോൾ സഞ്ചാരത്തിനിടയിൽ ഈ കാലയളവ് എന്ന് പറയുന്ന 1 സെക്കൻഡ് മുതൽ വർഷങ്ങളോളം ആവാം. ഓരോ ലൂപ്പിനും ഇടയിൽ ആരെങ്കിലും മരണപ്പെടുന്നതോ ആരെങ്കിലും റീപ്ലേസ് ചെയ്യപ്പെടുന്നതോ അങ്ങനെ എന്തെങ്കിലും ആവാം അടുത്ത ലൂപ്പ് തുടങ്ങാൻ കാരണമാവുക. ഇത് പൂർണ്ണമായിട്ടും ഫിക്ഷനിൽ ഉപയോഗിക്കുന്ന ഒരു നരേഷൻ ടെക്നിക്ക് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ടൈം ലൂപ്പും അത് സാധ്യമാക്കുന്ന ടൈം മെഷീനും എല്ലാം തന്നെ സാങ്കല്പികമാണ്. ഇത്തരം സിനിമകൾ കാണാൻ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ പ്രശസ്തമായ ചില സിനിമകൾ കണ്ടിട്ടില്ല എന്നാണെങ്കിൽ ചിലത് ഇവിടെ ഞാൻ പരിചയപ്പെടുത്താം. അതിലാദ്യം 1993 പുറത്തിറങ്ങിയ 12.01 എന്നൊരു സിനിമയാണ്. കേട്ടാലേ അറിയാം 12 മണി എന്ന സമയത്തെ സൂചിപ്പിക്കുന്ന ഒരു പേരാണ്. റിച്ചാർഡ് എ ലൂപ്പോഫിന്റെ 12.01 PM എന്ന ചെറുകഥയെ ആസ്പദമാക്കി അതിൽ നിന്ന് ഇൻസ്പയർഡ് ആക്കിക്കൊണ്ട് ജാക്ക് ഷോൾഡർ സംവിധാനം ചെയ്ത ഒരു ഹോളിവുഡ് സിനിമയാണിത്. ലിസ ഫെഡറിക്സ് എന്നൊരു സയന്റിസ്റ്റിനൊപ്പം ജോലി ചെയ്യുന്ന ബാരി തോമസ് എന്ന വ്യക്തിക്ക് തന്റെ ജീവിതത്തിലെ ഏറ്റവും മോശം ദിവസം വീണ്ടും വീണ്ടും ആവർത്തിച്ച് അനുഭവിക്കേണ്ടി വരുന്നതാണ് ഈ സിനിമയുടെ ഒരു പ്ലോട്ട്. വീട്ടിലേക്കുള്ള വഴിയിൽ ലിസ വെടിയേറ്റ് വീഴുന്നത് ബാരി കാണുകയും പിറ്റേന്ന് രാവിലെ മുതൽ ഇതേ സംഭവം ആവർത്തിച്ച് കാണേണ്ടി വരികയും ചെയ്യുന്നു. താൻ ടൈം ലൂപ്പിലാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വഴി ബാരി മനസ്സിലാക്കുന്നതാണ് സിനിമ. അടുത്ത കാലത്ത് ഹോളിവുഡിനെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ആക്ഷൻ, ത്രില്ലർ, മിസ്റ്ററി സിനിമകൾ സംഭവിച്ചിട്ടുള്ള ഇടമാണ് കൊറിയൻ ഫിലിം ഇൻഡസ്ട്രി. അവിടെ നിന്നുമുണ്ടായ തികച്ചും വ്യത്യസ്തമായ സിനിമകളിൽ ഒന്നായി പറയപ്പെടുന്ന സിനിമയാണ് ചോ സൻ ഹോയുടെ എ ഡേ. ദക്ഷിണ കൊറിയൻ മിസ്റ്ററി ത്രില്ലറാണ് എ ഡേ. സിനിമയിൽ 2 പേരാണ് ഒരേ സമയം ടൈം ലൂപ്പിലൂടെ പരസ്പരം അറിഞ്ഞുകൊണ്ട് സഞ്ചരിക്കുന്നതായി കാണുന്നത്. ഒരു കുട്ടിയും ഒരു സ്ത്രീയും വാഹനാപകടത്തിൽ മരണപ്പെടുന്നു. കുട്ടിയുടെ അച്ഛനിലും സ്ത്രീയിലും ഭർത്താവിലും ആ ദിവസം വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് പ്രമേയം. അടുത്തത് ലിവ് ഡൈ റിപ്പീറ്റ് എന്ന ടാഗ് ലൈനോട് കൂടി വന്ന എഡ്ജ് ഓഫ് ടുമോറോ എന്ന സിനിമയാണ്. ഹിറോഷി സക്കുറാസാക്കയുടെ ഓൾ യു നീഡ് സ്കിൽ എന്ന ജാപ്പനീസ് നോവലിനെ ബേസ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഇതിന്റെ തിരക്കഥ. ടോം ക്രൂസും എമിലി ബ്ലണ്ടും ആയിരുന്നു ഈ സിനിമയിൽ ലീഡ് റോളുകളിൽ വന്നിട്ടുണ്ടായിരുന്നത്. യൂറോപ്പിന്റെ ഏതാണ്ട് പകുതിയിലധികവും ഭാവിയിൽ അന്യഗ്രഹ ജീവികൾ ആക്രമിക്കുന്നതാണ് സിനിമയുടെ പ്രമേയം. ടോം ക്രൂസിന്റെ മേജർ വില്യം കേജ് തന്റെ മേലുദ്യോഗസ്ഥരാൽ അന്യഗ്രഹ ജീവികൾക്കെതിരെ ലാൻഡിംഗ് ഓപ്പറേഷനിൽ ചേരാൻ നിർബന്ധിതനാവുന്നതും ഏലിയൻസിനെതിരെയുള്ള ഓപ്പറേഷനിടയിൽ ടൈം ലൂപ്പ് അനുഭവിക്കുന്നതുമാണ് സംഭവം. അടുത്തത് ഒരു യാത്രയിൽ ലൂപ്പ് സംഭവിച്ച ഒരു സിനിമയെ പറ്റിയാണ്. യാത്രക്കിടയിൽ ലൂപ്പിൽ പെട്ടുപോയാൽ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കാം. അതുകൊണ്ട് തന്നെ ഇതൊരു റോഡ് മൂവി എന്ന് കൂടി പറയേണ്ടി വരും. DC ഹാമിൽട്ടന്റെ ദ ഫെയർ എന്ന സിനിമയാണ് ഒരേ സമയം മിസ്റ്ററി ത്രില്ലർ എന്നും റോഡ് മൂവി എന്നും വിശേഷിപ്പിക്കാവുന്നത്. അധികം കഥാപാത്രങ്ങളൊന്നുമില്ല. ഒരു ടാക്സി ഡ്രൈവറും യാത്രക്കാരിയുമാണ് സിനിമയിലുള്ളത്. ആവർത്തിക്കുന്ന ഇവരുടെ യാത്രയാണ് ചിത്രം. അതുപോലെ ക്രിസ്റ്റഫർ സ്മിത്തിന്റെ ബ്രിട്ടീഷ് ടൈം ലൂപ്പ് സിനിമ ട്രയാങ്കിൾ, ടോം ടെക്കറിന്റെ റൺ ലോല റൺ, അമേരിക്കൻ സർറിയൽ സയൻസ് ഫിക്ഷൻ സൈക്കോളജിക്കൽ ത്രില്ലറായ ജെയിംസ് വാർഡ് ബർക്കിറ്റിന്റെ കൊഹറൻസ്, ഐസക് എസ്ബാന്റെ സയൻസ് ഫിക്ഷൻ ദി ഇൻസിഡന്റ്, അങ്ങനെ ഇനിയും ഒരുപാട് ടൈം ലൂപ്പിൽ പെടുന്ന സാങ്കല്പിക ലോകത്തെ കഥ പറഞ്ഞ സിനിമകളുണ്ട്. നിങ്ങൾക്ക് പ്രിയപ്പെട്ടതും എന്നാൽ ഈ ലിസ്റ്റിൽ ഇല്ലാതെ പോയതുമായ ടൈം ലൂപ്പ് സിനിമ ഏതാണ്?